as yet another upholder of our tradition, as a Vedic scholar and a researcher, someone who has founded the Gayatri Gurukulam, a much respected Gurukulam, bestowing Vedic sciences and rituals and teaching them to the greater world, to the greater population, as the much urgent need of the hour. Please join me in bowing down to the presence of Acharya Arun Prabhakaran. Om Namah Shantaya Divyaya Satya Dharma Swarupine Swanandamritatriptaya Shridharaya Namo Namah Shridharaya Namo Namah. ഇവിടെ ശ്രീമതി ബീനാ ഉണ്ണികൃഷ്ണൻ വരച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കണ്ടു. We believe these are the pictures drawn in pen and paint by Beena. ഞാൻ വേദം പഠിപ്പിക്കുന്ന ഒരാളാണ്. I'm a Vedic teacher. വേദങ്ങളെക്കുറിച്ച് പറയുക അത് അപൗരുഷേയം എന്നാണ്. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, മാനുഷികമായ യാതൊരു ഇടപെടലുമില്ലാതെ ആവിർഭൂതമായ അറിവിന് പറയുന്ന പേരാണ് വേദം. He says, I am a Vedic teacher. Vedas are apaurushaya, that which evolved without human intervention. വേദങ്ങൾ ഋഷീശ്വരന്മാരുടെ ഹൃദയത്തിൽ സ്വാഭാവികമായി ജനിച്ച അറിവാണ്, സ്വാഭാവികമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ഋഷിമാരെ മന്ത്രദ്രഷ്ടാവ് എന്നാണ് പറയുക. ഋഷയോ മന്ത്രദ്രഷ്ടാര. The Vedas are the forms that evolved into the divine heart of rishis. So this is the seers. They are the seers of the mantra. Rishayo mantra drishtara, those who visualized the mantras. ഈശ്വരന് അഥവാ ഈശ്വരൻ എന്ന വാക്കൊക്കെ വിടുക, അറിവിന്, കേവലമായ ആ ജ്ഞാനത്തിന്, ആ സത്തയ്ക്ക്, ഇഫ് യു ക്യാൻ സേ ദ അബ്സല്യൂട്ട്, ദ അൺകോസ്റ്റ് കോസ്, ആ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ ഫോംലെസ് എന്ന ആ അവസ്ഥയിലുള്ള ആ സത്തയ്ക്ക് എപ്പോഴോ തോന്നി ശബ്ദരൂപത്തിൽ ഋഷിമാരുടെ ഹൃദയത്തിൽ പ്രകാശിക്കണമെന്ന്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വേദം അഥവാ വേദങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് വേദങ്ങളിൽ നിന്നു തന്നെ തെളിവും ഉണ്ട്. So thus that ultimate cause, at some point, it should not say some point, so that the divine wanted to evolve out, come out, and it displayed itself into the conscience of rishis. അതുകൊണ്ടാണ് വേദം അപൗരുഷേയം എന്ന് പറയുന്നത്. അപൗരുഷേയം. അപ്പോൾ അവതരിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് ഈശ്വരനാണ്, അതിനാണ്. അതിന് ഈശ്വരൻ എന്ന പേര് പോലും പറയുന്നില്ല, അത് എന്നാണ് പറയണത്. അത് It is evolved out of Ishvara. See, it is not Ishvara, Tat, that wanted to manifest, to come before the world, exposed, to be exposed before the world. യഥാർത്ഥത്തിൽ ആ തത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയപ്പെടുന്ന അത് എന്താവട്ടെ, യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ അത് ഈശ്വരീയ ശക്തിയായിരുന്നു, ഫെമിനിൻ പവർ ആയിരുന്നു. That which is termed Tata, that which evolved out, is divine feminine power. അതുകൊണ്ടാണ് തത്ത്, ഇപ്പോ ഞങ്ങൾ ഗായത്രി മന്ത്രത്തെ പഠിപ്പിക്കുന്നവരും ഉപാസിക്കുന്നവരുമാണ്. ഗായത്രി മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തത് സവിതുർ വരേണ്യം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, തത് സവിതുർ തത് സവിതുർ തത് സവിതുർ വരേണ്യം വരേണ്യം തത് സവിതുർ തത് സവിതുർ തത് സവിതുഹു. അപ്പോൾ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തത്ത് എന്നാണ്. So, in Gayatri Mantra, we say Tata Savitur Varenyam. That Savita. That. It is mentioned as that. ഇതേ ഗായത്രി മന്ത്രത്തിൽ തത് എന്ന് പറയുന്ന ഈ ഫെമിനിൻ പവർ, അതിനെ ലളിതാ സഹസ്രനാമത്തിൽ ത്രിപുര സുന്ദരിയുടെ പര്യായമായി പറഞ്ഞിരിക്കുന്നു എന്നുകൂടി ധരിക്കുക. That Tat is mentioned as Tripura Sundari. The Tripura Sundari is the other form of Tata. തത്പദ ലക്ഷ്യാർത്ഥ സ്വരൂപിണി കേട്ടിട്ടുണ്ടായിരിക്കും. Tat Pada Lakshartha Swarupini. തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്ന അല്ലയോ ദേവി. Oh, divine God mentioned as Tata or called upon as Tata. നോക്കൂ, അപ്പോൾ വേദമായി അവതരിച്ചത് അവളാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. She has evolved as the Veda. ഇത്രയും ഇതിന്റെ പീഠിക, ആമുഖം, പറയാൻ പോകുന്ന കാര്യത്തിന്റെ ആമുഖം. This is the prelude to what he has to say. ശരി, ഇനി മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അതായത് നിങ്ങൾ എല്ലാവരും രാമായണം, എനിക്കിനി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സുഖമില്ല, നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഞാൻ 4 അടി വരെ ഉള്ളൂ, ഒന്നുകൂടി പറഞ്ഞേക്കും. He's not able to see our faces because he's only 4 feet tall. So you want to stand up and that's why he said to stand instead of sitting. രാമായണം കേട്ടിട്ടുണ്ടല്ലോ, വാൽമീകിയുടെ രാമായണത്തിൽ അതിന്റെ ആരംഭം ഇങ്ങനെയാണ്. വാൽമീകി രാമായണം, ദ ഫസ്റ്റ് വേഴ്സ് ഫ്രം വാൽമീകി രാമായണ. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം കോന്വസാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. No translation, please. So this is the first 2 lines from വാൽമീകി's രാമായണം. ഇത് വാൽമീകി രാമായണത്തിൽ ആദ്യത്തെ 2 വരികളാണ്. വാൽമീകി രാമായണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയിരുന്നിരുന്ന, തപസ്സിലും സ്വാധ്യായത്തിലും, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വേദാധ്യയനത്തിനാണ്. തനിച്ചിരുന്ന് സ്വശാഖയായ വേദം അധ്യയനം ചെയ്യുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായം. അങ്ങനെ തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയിരുന്ന നാരദ മഹർഷിയെ വാൽമീകി ചെന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. ഇതാണ് ഫസ്റ്റ് ലൈൻ. So Valmiki Maharshi went and met Narada, who was doing penance and swadhyaya. Swadhyaya means self-study. എന്താ ചോദിക്കുന്നത്? ഈ കാലത്ത് കോന്വസ്മിൻ സാമ്പ്രതം ലോകെ, ഇൻ ദ കോണ്ടംപററി ഇറ, കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ഇങ്ങനെ ഓരോ, ഞാൻ ശ്ലോകം മുഴുവൻ ചൊല്ലുന്നില്ല, 16 ഗുണങ്ങൾ തികഞ്ഞ ആരാനുമുണ്ടോ എൻ്റെ ഗുരുനാഥ? ഇതാ ചോദിച്ചത്. Is there any person in this world who has all the 16 characters, gunas? സോ ഇവിടെ വാൽമീകി 16 ഷോഡശ കലകളും പരിപൂർണമായി തികഞ്ഞ ഒരാളുണ്ടോ എന്ന
വാൽമീകിയുടെ അന്വേഷണമാണ് നാരദനിൽ ചെന്നെത്തിയത്. It's Valmiki's inquiry into the one person who has all those 16 divine characters. അതിന് മറുപടിയായി നാരദ മഹർഷി പറയുന്നുണ്ട്, വാൽമീകി നിങ്ങൾ അങ്ങ് ചോദിച്ചത് 16 ഗുണങ്ങൾ തികഞ്ഞ ആരാനുമുണ്ടോ എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല, 16ന്റെ 4 ഇരട്ടി 64 ഗുണങ്ങൾ തികഞ്ഞ ഒരാളുടെ കഥ ഞാൻ പറഞ്ഞു തരാം, പേര് പറഞ്ഞു തരാം. So Narada told Valmiki, you are asked about only a person with 16 divine characters, but I will show you a person with 16 into 4 divine characters. ദശരഥ രാജാവിന്റെ പുത്രനായ രാമനാണ് 64 കലകളും തികഞ്ഞ പൂർണ്ണ പുരുഷൻ. ഇവിടെയാണ് 64 എന്ന ശബ്ദം വൈദിക സാഹിത്യത്തിൽ ഇദം പ്രഥമമായി കടന്നു വരുന്നത്. Narada said it is Rama, the son of Dasharatha, who has all the 16 into 4 divine qualities, the complete man. ഇവിടെ രാമൻ എന്ന് പറയുന്നത് തിരിച്ചറിയണം, ആത്മബോധമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. You have to understand that Sri Rama is self-consciousness. ആത്മബോധത്തിന് സ്വയം പ്രകാശിപ്പിക്കുവാൻ, ആത്മബോധത്തിന്റെ സ്വയം പ്രകാശനത്തിനുള്ള 64 സാധ്യതകളാണ്. 64 സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഓരോ സാധ്യതയെയും ഓരോ കോടിയായാണ് എണ്ണുന്നത് എന്നുകൂടി പഠിക്കുക. 64 means of expressing the self-conscious power. 64 means not number 64, it is 64 crores. അതുകൊണ്ടാണ് ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നത്. ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. എത്ര കോടിയാ? 64 അല്ല, ഇവിടെ വരച്ചിരിക്കുന്ന 64 എന്ന് പറയുന്നത് 64 കോടികളിൽ, 64 ശ്രേണികളിൽ ഓരോ ചിത്രവും ഓരോ യോഗിനികളും അനന്തമായ കോടി. സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തമാണ്, കോടി എന്ന് പറഞ്ഞാലോ നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തുള്ള അനന്തമാണ്, അനന്തതയാണ്. അപ്പൊ അനന്തതയുടെ അനന്തശക്തിയെ പ്രതിദാനം ചെയ്യുന്ന അനന്തതയുടെ പ്രതീകങ്ങളാണ് ഓരോ യോഗിനികളും എന്ന് തിരിച്ചറിയുക. 64 represents 64, not 64, it is infinite dimensions, and these Vedas represent the infinite dimensions. ഇതെല്ലാം എന്റെയും നിങ്ങളുടെയും ഞാനും നിങ്ങളുമാകുന്ന സാധ്യതകളാണ്. ഇതുവരെ hitherto untapped potential of an atma is known as yogini. It's the power to untap the untapped potential. That is what is called a yogini. അപ്പോൾ രാമായണം മുതൽ ഈ യോഗിനിമാരെ അല്ലെങ്കിൽ ഈ 64 കലകളെ കുറിച്ചും 64 സാധ്യതകളെക്കുറിച്ചും 64 കോടികളിലുള്ള സാധ്യതകളെ കുറിച്ചുമെല്ലാം ഋഷീശ്വരന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. Rishishwaras, they all discuss about these infinite possibilities, not 64, infinite possibilities. ശരി, ഇനി രണ്ടിനും കൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. നോക്കൂ, വേദമുണ്ടായത് അതിന് തന്നെ സ്വയം അവതരിപ്പിക്കണമെന്ന് തോന്നി, അപ്പോഴാണ്. അതുപോലെ ആത്മാവിന്റെ അനന്തമായ സാധ്യതയെ അവതരിപ്പിക്കണമെന്ന് അതിന് തോന്നിയപ്പോൾ അതെന്ത് ചെയ്തു? അത് ഒരു ഗുരുവിന്റെ ഉള്ളിൽ ഒരു പ്രേരണയായി അവതരിച്ചു. The Vedas, they wanted to expose themselves, and they came out as Vedas. And then like that, the infinite power, they wanted to expose themselves, and it became a seed in the Guru. ഗുരുക്കന്മാർക്കൊന്നും പേരുകളില്ല, പാദങ്ങൾ മാത്രമേ ഉള്ളൂ. Gurus doesn't have a face, they have only feet. അതുകൊണ്ട് ഗുരുവിനെ നിങ്ങൾ ഡേവിഡ് എന്നോ അലക്സ് എന്നോ നാരായണൻ എന്നോ ഗോവിന്ദൻ എന്നോ ശങ്കരൻ എന്നോ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. Guru's names may be different, multitude, but that doesn't matter. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരുവിന്റെ ഉള്ളിൽ അത് ഒരു പ്രേരണ ചെലുത്തിയപ്പോൾ
ഗുരു സ്വാഭാവികമായ ഗുരുവിന്റെ മുമ്പിലേക്ക് അതിനെ ആ പ്രേരണയെ കൈക്കൊള്ളുവാൻ ഒരു ഉപാധിയായി ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. The Guru, it wanted to express, and it came through Guru, and that Guru found out a tool to express itself out. ഇവിടെ ആ ഗുരു എന്ന് പറയുന്ന ബോധം സ്വാഭാവികമാണെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുക എങ്ങനെയാണെന്നറിയോ? വാക്കുകളെ കൊണ്ടല്ല, മൗനമായിട്ടാണ്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയും, ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഃ. The commune between Guru and Shishya is not through audible words. It's mauna, silence. അതുകൊണ്ട് ഗുരു എന്ന അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു മരണമില്ല. ഭൗതികമായ ശരീരം ഉണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത്, ഗുരു എന്ന ബോധം എല്ലാ കാലത്തും ഉള്ളതാണ്. Guru doesn't have a death because the Guru Chaitanya remains forever. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഇങ്ങനൊരു മഹാഗുരു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് പോലും ശിഷ്യയുടെ ഉള്ളിൽ അറിവായി പ്രകാശിക്കുകയും തനിക്ക് യാതൊരു പ്രേരണയാണോ തന്നിൽ വന്ന് ഭവിച്ചത് അത് തന്റെ തന്നെ രൂപമായ, ഞാൻ തന്നെയാണ് എന്റെ ശിഷ്യനായി ജനിക്കുന്നത്, തന്റെ തന്നെ രൂപമായ തന്റെ ശിഷ്യയിലൂടെ പുനരവതരിക്കുകയും ചെയ്തു. That's why the divine power of Guru, it has again evolved out through the mind or the conscience of the Shishya. അതുകൊണ്ടാണ് ആരംഭത്തിൽ പറഞ്ഞത് ബീന വരച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചിത്രമെന്ന്. That's why I said this picture drawn by Veena. ഇവിടെ നോക്കൂ ആ അറിവ് സ്വാഭാവികമായി ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ഇതിനെ ഇതിനെപ്പറ്റി ദിവസങ്ങളോടെ എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ അത് യുക്തമായൊരു വേദിയല്ല, അതൊരു മര്യാദയുമല്ല, ഔചിത്യമല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞത്, അതായത് ഈ പറഞ്ഞ ഇതെല്ലാം യഥാർത്ഥത്തിൽ ത്രിപുരസുന്ദരി എന്നോ തത്വ എന്നോ അറിവ് എന്നോ ഒക്കെ ആത്മാവ് അല്ലെങ്കിൽ ആത്മബോധം എന്നെല്ലാം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന ആ ഒരു സത്തയുടെ വ്യാകരണങ്ങളാണിത്. അതിമനോഹരമായ വ്യാകരണങ്ങളാണ്. ത്രിപുര സുന്ദരിയുടെ അനവധ്യ സുന്ദരങ്ങളായ വ്യാകരണത്തിന് കൂടി പറയുന്ന പേരാണ് യോഗിനി. It's expansions of that divine power, Yogini. Yoginis are the expansions of the power of Tripura Sundari. നോക്കൂ, അങ്ങനെയപ്പോ ഈ വ്യാകരണങ്ങളായ ഈ യോഗിനിമാർ എൻ്റെ ഉള്ളിലെ സാധ്യതകളാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ആ സാധ്യതകൾ ആവിഷ്കരിക്കപ്പെടണമെങ്കിൽ ആവിഷ്കരിക്കപ്പെടുന്ന മാധ്യമമുണ്ടല്ലോ അത് അത്രയും ശുദ്ധവും ആ പാരമ്പര്യത്തെ മാനിക്കുന്നതുമായിരിക്കണം. The medium through which they have to express their come out should be pure enough and should go with the lineages. ഋഗ്വേദം ഇത്തരത്തിൽ, അതായത് അറിവിന്റെ അനവധ്യ സുന്ദരങ്ങളായിട്ടുള്ള ലാവണ്യാത്മകതയെ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ശക്തിവിശേഷത്തിന് പറയുന്ന പേര് ഭാരതി എന്നാണ്. Rigveda defines this divine power as Bharati. ആയതിനാൽ ഇത്രയും ഭാരതത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തിനല്ല, ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഇത്രയും ഒരു മഹാജ്ഞാനം ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെടുവാൻ മാധ്യമമായ ബീന ഉണ്ണികൃഷ്ണൻ ഇതിനാൽ ഭാരതി എന്ന നാമത്തിൽ വിശേഷം ചെയ്യുന്നു. So, Veena Unnikrishnan, through which this divine knowledge has evolved out, will now henceforth will be called as Bharati. Bharati Veena Unnikrishnan. ഒരു ഭാരതരത്നം. ഓം ശാന്തി.